ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളും തേർഡ് ഡേ നമ്മൾ അവിടെ നിന്ന് പോരുന്ന വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ടീന ആൻഡ് ഡയറീസ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ കാഴ്ചകളാണിത്. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ കുട്ടികളുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റിനുള്ള റോഡിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാലോ വിചാരിച്ചിറങ്ങിയതാ. അപ്പോൾ ചെറിയ കുറച്ച് ഇലകൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വെളുത്തുള്ളി നട്ടിരിക്കുന്നതാണ്. പിന്നെ നല്ലൊരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കൊണ്ട് കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ശരിക്കും രാവിലെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നടന്നത് കൊണ്ട് പിള്ളേരൊക്കെ നല്ല ഉഷാറായി. നല്ല തണുപ്പും ചെറിയ വെയിലും നല്ല ഫ്രഷ് എയർ, കിളികളുടെ സൗണ്ട്, അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ നല്ല പോസിറ്റീവ് വൈബായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി, നല്ല സാമ്പാർ, നല്ല കോക്കനട്ട് ചട്നി, ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും റെഡി ആയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക. അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി പുറത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങളപ്പോൾ 2 കാർ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അധിക ദൂരമില്ലല്ലോ. അപ്പോൾ പിന്നെ 3 കാർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കുട്ടികൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു കാറിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് വന്നതാ. പക്ഷേ 2 പേര് ഇത് 2 പേര് അടുത്ത കാറിലുമാണ് കയറിയത്. അപ്പോൾ ഞങ്ങളിതാ ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ദാവിദും എൻവിയയും ആണ് നിൽക്കുന്നത്. അവർ വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് തന്നതാണ്. തൊട്ട് പുറകെ നമ്മുടെ അലീസയും ഉണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് കർണാടക ഗാർഡനിലേക്കാണ്. ശരിക്കും ഊട്ടിയിൽ വന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. എനിക്ക് ബൊട്ടാണിക്കൽ ഗാർഡനെക്കാട്ടിലും ഇഷ്ടം ഇവിടെ വരാനാണ്. നമ്മൾ ഊട്ടിയിൽ വരുന്ന സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷെ എത്ര പ്രാവശ്യം വന്നാലും ഒരു മടുപ്പ് തോന്നത്തില്ല. അത്രയ്ക്ക് നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇതിനുള്ളിൽ നിറയെ ഉള്ളത്. അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗി എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്ര ഭംഗിയായിട്ട് ചെടികളും പൂക്കളും ഒക്കെ നിൽക്കുന്നത് കാണാൻ. ഊട്ടിയിൽ പൂക്കളൊക്കെ നന്നായിട്ട് വളരും, അത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഗാർഡനിൽ അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമുക്ക് അതിശയം തോന്നുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് ഓരോ സൈഡിൽ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ശരിക്കും പൂക്കളുടെ ഒരു മായാലോകം എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്ര മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. ഇതൊക്കെ കണ്ടപ്പോൾ ജൂഡി പറയുമായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികൾ എത്ര മനോഹരമാണെന്ന്. ശരിക്കും അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത തരം ചെടികളും പൂക്കളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതും പല പല കളറുകളിൽ. നമ്മളിതുവരെ അങ്ങനത്തെ കളേഴ്സൊന്നും കണ്ടിട്ടില്ല. എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ലായിരുന്നു. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഒരുപാട് ജോലിക്കാരൊക്കെ അവിടെ അതിനുള്ളിലുണ്ട്. നമുക്കിതൊന്ന് തൊട്ട് പോലും നോക്കാൻ പറ്റില്ല. കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത്ര ഇതായിട്ട് ഇവരിത് കെയർ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഊട്ടിയിൽ വന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ കർണാടക ഗാർഡൻ. ഞങ്ങൾ ശരിക്കും എത്ര പ്രാവശ്യം ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് അറിയില്ല. കാരണം നമ്മളിങ്ങനെ പോയ വഴിയെ വീണ്ടും വീണ്ടും നടന്നു പോകും ഈ പൂക്കൾ ഇങ്ങനെ നോക്കി നോക്കി. പിന്നെ ഇവിടെ വരുമ്പോൾ ചെയ്യുന്ന മെയിൻ ഒരു കാര്യം ഈ ഉരുളുന്നത്. കാരണം ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും നേരെ താഴേക്കായിരിക്കും പോകുന്നതെന്ന്. പക്ഷേ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകും. അങ്ങനെ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് നേരെ വന്നത് ലേക്കിലേക്ക്. ഇവിടെ ചെറിയൊരു ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുട്ടികളെയൊക്കെ ഒന്ന് കയറ്റാലോ വിചാരിച്ചിട്ടു. ബോട്ടിങ്ങിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡ് ആയത് കാരണം നമുക്ക് അടുക്കാനേ പറ്റില്ലായിരുന്നു. ഈ ഒരു ഏരിയയിൽ വലിയ തിരക്കില്ല. കുട്ടികൾക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മളത് ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു കുഞ്ഞ് ടോയ് ട്രെയിനിൽ കുട്ടികൾക്കാണേലും നല്ല രസമായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ കയറിയത്. പക്ഷേ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് സമയമൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരാൻ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ചെറിയ തുരങ്കത്തിൽ കൂടെയൊക്കെ ഇത് പാസ് ചെയ്ത് പോയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തന്നെ ഞങ്ങളുടെ വീട്ടിലെത്തിയായിരുന്നു. അപ്പോൾ പിന്നെ കുറേ സമയം ഞങ്ങളവിടെ വൈകുന്നേരം കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഫയർ സെറ്റാക്കി തന്നു. ആ ഒരു തണുപ്പിൽ നമുക്ക് ആ ഒരു ചൂടിൽ നിൽക്കുമ്പം നല്ലൊരു സുഖമായിരുന്നു. അവിടുന്ന് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ ആണെങ്കിലും അവർ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കാണുന്നത്. അപ്പോൾ അവരും ആ ചൂട് കിട്ടാൻ വേണ്ടി അതിനടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
ഇതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ സെക്കൻഡ് ഡേയിലും ഉണ്ടായിരുന്നു. കാരണം അവർക്കത് വലിയൊരു കാര്യമായിരുന്നു. അവര് പാടുന്നതും അവര് ഡാൻസ് കളിക്കുന്നതും ഒക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമല്ലേ. അവർക്ക് വേണ്ടി നമ്മള് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഈ ഒരു രാത്രി ഞങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്തത് പുറത്ത് തന്നെയായിരുന്നു. ആർക്കും ഉറങ്ങാനേ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല. ഒരു ട്രിപ്പൊക്കെ തീരുമ്പോൾ തലേ രാത്രി നമുക്ക് ഇങ്ങനെയായിരിക്കുമല്ലോ, ഒരുപാട് വിശേഷങ്ങൾ വീണ്ടും വീണ്ടും പറയാനുണ്ടാവും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ചുറ്റിനും ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. കുട്ടികളും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങളന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാനും ജോഡിയും കൂടെ പതിയെ ഒന്ന് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഊട്ടിപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ കുറച്ച് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ രണ്ടും മാത്രമാണ് വന്നത്. പിന്നെ ഞങ്ങൾ ഈ പൂക്കളൊക്കെ വീട്ടിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് കുട്ടികൾക്കൊക്കെ വരണം പറിക്കണം എന്നായി. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ ഒന്നും കൂടെ വന്ന് കുറച്ചുകൂടെ പൂക്കളൊക്കെ പറിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാമെന്ന രീതിയിലാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ചേട്ടനും പ്രവീണയാണ് ആദ്യം ഇറങ്ങിയത്. കാരണം സുരേഷ് ചേട്ടൻ്റെ സിസ്റ്റർ വീട് ഊട്ടിയിലാണ്. അപ്പം അവിടെ ഒന്ന് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവരവിടെ വെയിറ്റ് ചെയ്തോളാം, നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളിവിടെ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരതാ രാവിലെ തന്നെ പോകാനിറങ്ങി. ഞങ്ങളിതാ ഒരു ചെറിയ വെയിലത്തിരുന്ന് ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ അൻവിയ പോയത് ഇവർ കണ്ടില്ല. എന്തായാലും തലേദിവസം പറഞ്ഞിട്ടൊക്കെ കിടന്നത്. രാവിലെ അവർ പോകും, ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. എന്നാലും പോയത് കാണാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമം അവിടെ ഇരുന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയായിരുന്നു. പൂരിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാലയും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരാൻ റെഡിയായത്. അങ്ങനെ പോരാനായിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ബൊക്കെയൊക്കെ നൽകിയാണ് നമ്മളിവിടുന്ന് ഇവർ യാത്രയാക്കിയത്. ശരിക്കും ഇതൊക്കെ ഞങ്ങളുടെ മനസ്സ് നിറച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടുത്തെ സ്റ്റേ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് തന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സ്നേഹത്തോടെ നമുക്ക് ബൊക്കെയൊക്കെ തന്ന് നമ്മൾ യാത്രയാക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. അങ്ങനെ 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച ഈ ഒരു വീടിനോടും ഊട്ടിയോടും ഒക്കെ തൽക്കാലത്തേക്ക് ഒരു ബൈ പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോരുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്